ഇന്ന് പൂക്കോട് കൃഷിഭവനിൽ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട്. ജനകീയ ആസൂത്രണത്തിൻ്റെ പേരിൽ ആപ്ലിക്കേഷൻ കൊടുത്തവർക്ക് കൊടുക്കുന്നതാണെന്നും പറഞ്ഞ് കുറച്ച് പേരുടെ പേരും ഉണ്ട്. ടാക്സ് അടച്ച പേപ്പറും കൊണ്ട് എല്ലാം പറഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ടിരുന്നു. അങ്ങനെ ഒന്ന് പോയി അവിടുന്ന് ആ തൈകൾ മേടിച്ചുകൊണ്ട് വന്നു. തക്കാളി, മുളക്, വെണ്ട, അമര എല്ലാം ഗ്രോ ബാഗുകളില്ലായിരുന്നു. പക്ഷേ പഴയതെല്ലാം കൂടി നുള്ളിപ്പെറുക്കി എടുത്ത് അതെല്ലാം ഒന്ന് ക്ലീനാക്കി. ഇത് അമരയാണിത്. ക്ലീനാക്കിയിട്ട് എല്ലാം നനച്ച് വെള്ളമൊക്കെ നനച്ച് കട്ടയെല്ലാം ഉടച്ച് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. വളവും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഡോളോമൈറ്റും മണ്ണിനകത്തിട്ടിട്ട് അതിനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചട്ടിയിൽ ഞാൻ നട്ടു. ഇനി ഒരു തരം പയറും കൂടി ഇരിക്കുന്നുണ്ട്. അതിവിടെ നടാൻ സ്ഥലമില്ല. അപ്പോൾ സാധാരണ കൃഷി ചെയ്യുന്ന സ്ഥലം കുറച്ചങ്ങോട്ട് മാറിയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് നടാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നനച്ചും കൊടുത്തിട്ട് ഇന്നത് കാരണം ക്ഷീണമായി അങ്ങനെ ഇരിക്കുകയാണ്. ഒത്തിരി നാളായി നന്നായിട്ട് കഷ്ടപ്പെട്ടുള്ള പണി ചെയ്തിട്ട്. അപ്പോൾ അത് കാരണം എന്നാലും അത് മുഴുവൻ ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിൽ അത് മുഴുവൻ അങ്ങോട്ട് ചെയ്തതാണ്. എൻ്റെ കൃഷികളാണ് ഈ കാണുന്നത്. വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഓരോന്നും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ചീരയാണ് ഈ നിൽക്കുന്നത്. അതുപോലെ കൊള്ളി ചട്ടികളിൽ വെച്ചിരിക്കുകയാണ്. അത് എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും തറിയെങ്കിലും എടുക്കാമല്ലോ, കൊള്ളിത്തറിയെങ്കിലും എടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിന്. ഗ്രോ ബാഗിനകത്താണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വളർന്നു വരും. ചട്ടിയാകുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. ഇത് നമ്മളൊരു വിയറ്റ്നാം വേളി വെച്ചതാണ്. ഇപ്പോൾ ഒരു കൊല്ലമാകുന്നു ഇത് വെച്ചിട്ട്. അപ്പോൾ മിക്കവാറും ഒരു 5-6 മാസം കൂടി കഴിഞ്ഞാൽ ഇത് കായ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ കൃഷി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. വേറെ ആരും സഹായിക്കാനില്ല. ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഒരു കുമ്പളം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതാ ചേമ്പ് നിൽക്കുന്നു. ചേമ്പുകളുണ്ട്. ചേമ്പുകൾ പറിച്ചിട്ടില്ല. ചേമ്പ്, പിന്നെ ചാമ്പമരം ഉണ്ട്. ഇതിൽ വേറൊരു ചാമ്പമരമാണ്. ഒരു കുമ്പളം തന്നെ ഉണ്ടായതാണ്. അത് പടർന്നിട്ട് തെങ്ങുമ്പലേക്കാണ് അത് കയറിയിരിക്കുന്നത്. എത്ര കണ്ടുണ്ടാകും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരു കാബേജും കോളിഫ്ലവറും നട്ടതാണ്. ഇഞ്ചി, പിന്നെ കുരുമുളകാണ്. കുരുമുളക് ധാരാളം ഞാൻ നട്ടിട്ടുണ്ട്. കുരുമുളക് മരത്തുമ്മലേക്ക് പിടിച്ച് വരുന്നുണ്ട്. കുറ്റിക്കുരുമുളകും ഉണ്ട്, എല്ലാത്തതും ഉണ്ട്. നമ്മുടെ വേപ്പാണ്. വേപ്പ് മരം ഇത്രയുമാണ്. ഇനി നാളെ ഈ പയറ് പറമ്പിൽ ഇത് കൊണ്ടുപോയിട്ട് നടണം. എന്നാലേ ഒരു സമാധാനമുള്ളൂ.